ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയുടെ കരയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ബൈബിളിൽ പറയുന്നൊരു വാക്യമാണ്. ഞാൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്, ഒരു പാറയായവൻ പറയുവാണ്, ഞാൻ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നിന്നെ നടത്തുമെന്ന്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുമെന്ന്. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുമെന്ന്. എത്ര പേർക്ക് ഉറപ്പോട് പറയാൻ പറ്റും സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുമെന്ന്? ജീവിതത്തിൽ സ്വസ്ഥതയില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങളെ ദൈവം സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തും. സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക്. ഞാനിവിടെ കണ്ടൊരു മനോഹരമായ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മലയിൽ മൊത്തം കാട്ടിനകത്ത് മൊത്തം വാഴയാണ്. വാഴത്തോട്ടം പോലെ, നമ്മുടെ നാട്ടിലെ ഏത്തക്കൊലയുടെ തോട്ടം പോലത്തെ തോട്ടം. ഭയങ്കര എന്താ പറയുന്നത്, ഇതുണ്ടോ, കാണാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇതുണ്ടോ, ഇത് മൊത്തം വാഴയാണ്. ഇതിങ്ങനെ കാട്ടിനകത്ത് മൊത്തം വാഴ നിൽക്കുവാണ്. ഉണ്ടോ, ഇത് മൊത്തം ഈ നിൽക്കുന്ന മൊത്തം വാഴയാണ്, വാഴത്തോട്ടങ്ങളാണ്. ഇതെല്ലാം വാഴയാണ്. ഞാൻ അത്ര അടുത്തോട്ട് പോയില്ല, ദൂരെ ഒന്ന് എടുക്കുന്നതുകൊണ്ടാണ്. ഇവിടെ മൊത്തം വാഴയാണ്. ഉണ്ടോ, കറുത്ത ഇടയ്ക്ക് കാണുന്ന മൊത്തം വാഴയാണ്. എന്തുവായാലും എത്ര മനോഹരമാണെന്നറിയോ ദൈവത്തിൻ്റെ കരവിൽ. സത്യമായിട്ടും ദൈവത്തെ പ്രഭാതത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ദൈവമേ, ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പാണ്, ഞങ്ങൾ പുറത്ത് വരുമെന്ന്. ഞങ്ങൾ സകല പ്രതിബന്ധങ്ങളെയും പ്രശ്നങ്ങളെയും പൊട്ടിച്ചുകൊണ്ട് പുറത്ത് വരും. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ കാണും. ഞങ്ങളൊരു അനുഗ്രഹമായിത്തീരും. ഞങ്ങൾ പലർക്കും ഒരു ബലമായിത്തീരും. ബലമൊക്കെ തീർന്ന് ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് പറയണം. ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടൊന്ന് പറയണം, കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളൊരു അനുഗ്രഹമായിത്തീരും. കാരണം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സകല പ്രശ്നങ്ങളും പ്രതിസന്ധികളും യേശു എന്ന നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നതാണ് ഓൾറെഡി. ബൈബിള് പറയുന്നത് എല്ലാ മുട്ടും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങിയിരിക്കുന്നെന്നാണ്. എല്ലാ മുട്ടും. അതെൻ്റെ പ്രശ്നത്തിൻ്റെ മുട്ടായിക്കോട്ടെ, പ്രതികൂലത്തിൻ്റെ മുട്ടായിക്കോട്ടെ, എൻ്റെ രോഗത്തിൻ്റെ, എൻ്റെ ഭാരത്തിൻ്റെ, ലോണിൻ്റെ, കടബാധ, എന്ത് തന്നെ ആയിരുന്നാലും ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, എല്ലാ മുട്ടും യേശുവിൻ്റെ മുമ്പിൽ മടങ്ങിയിരിക്കുന്നു. എല്ലാ മുട്ടും. നിങ്ങളൊരു നദിയാണ്, നിങ്ങളൊരു ഉറവയാണ്. ആർക്കും നിങ്ങളെ അടച്ചു കളയാൻ പറ്റത്തില്ല. നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുറത്ത് വരും. നിങ്ങളൊരു അനുഗ്രഹമായിത്തീരും. നിങ്ങൾ നന്മ കാണും. നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിത്തീരും. നിങ്ങൾ വാരി വിതറുന്നവരായിട്ട് തീരും. നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും. ക്ഷീണിക്കുന്ന വാക്കുകൾ കേൾക്കാതെ കണ്ട്, അതിനൊന്നും ചെവി കൊടുക്കാതെ കണ്ട് മുൻപോട്ടിങ്ങനെ കയറി ഇറങ്ങി പോവുക. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ഹോൾഡാകുമ്പോൾ, പലപ്പോഴും നമ്മൾ മുൻപോട്ടൊരു ഉത്തരവൊന്നും കാണാതെ ഇങ്ങനെ നാളുകളിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ തീർന്നു പോയെന്ന്. അല്ലല്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഉദാഹരണത്തിൽ ഞാൻ പറയാം. വലിയ ലാർജ് ക്യാപ്പ് കമ്പനികളുണ്ട്. അവരുടെയൊക്കെ സ്റ്റോക്ക് ചിലപ്പോൾ ഒറ്റയടി കയറിയിട്ട് ഒരു ലെവലിലെത്തിയിട്ട് അവിടുന്ന് ഒരു 10-15% ഡൗൺ ആയിട്ട് അങ്ങനെ തന്നെ നിൽക്കും. ചിലപ്പോൾ നാളുകൾ, ചിലപ്പം വർഷങ്ങൾ, 2-3 വർഷമൊക്കെ അങ്ങനെ അങ്ങ് നിൽക്കും. എന്തുവാണോ അതിനെക്കുറിച്ച് എനിക്ക് അധികം പറയാനറിയത്തില്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. അത് പൊട്ടിപ്പോയെന്നല്ല അതിൻ്റെ അർത്ഥം. അത് മൂവ് ആകാതിരിക്കുന്നുണ്ടെങ്കിൽ അതെന്തോ നിറഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന്. അടുത്ത പീക്ക് പോയിന്റിലേക്ക് കുതിക്കാൻ തക്കവണ്ണം അവൻ അതിന് സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞെ, നിങ്ങൾ അങ്ങനെ ഒരു അവസ്ഥയിലാണോ ആയിരിക്കുന്നത്? വളരെ നാളുകളായിട്ട് ഉത്തരം കിട്ടുന്നില്ലേ? ഡോണ്ട് വറി. ദൈവം നിന്നെ സ്റ്റേബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നീ ട്രെയിനിങ് പീരീഡിലാണ്. നീ കർത്താവിൻ്റെ ഉള്ളം കരത്തിലാണ്.
നീ പാറയായവനിലാണ് ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പായിട്ടും പറയാം, നീ തോറ്റു പോകത്തില്ല, നീ താണു പോകത്തില്ല. നീ സകല ബൗണ്ടറികളെയും പൊളിച്ചുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ മേശ എങ്ങനെയാണ് ഒരുക്കുന്നതെന്ന് ദൈവം നിന്നെ കാണിക്കാൻ പോവാണ്. നീ സ്റ്റേബിളായിക്കൊണ്ടിരിക്കുവാണ്. നീ നീ ട്രെയിനിങ്ങിൽ ഫിറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ്. ഒന്നും കേൾക്കുന്നില്ലേ? നിശ്ചയമായിട്ട് നീ പുറത്ത് വരും. അവിടെ തന്നെ നിൽക്കുക. ആ വലിയ ഷെയർ ഇങ്ങനെ വിറ്റ് പെട്ടെന്ന് മാറുന്നില്ലെന്ന് പറഞ്ഞ് വിറ്റ് കളയാൻ വേണ്ടിയിട്ടല്ല, അതിനെ ഹോൾഡ് ചെയ്യുക. ആയിരിക്കുന്ന അവസ്ഥയിൽ അവിടെ ഉറച്ചു നിന്നുകൊണ്ട് എന്നും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ദാനിയേലൊക്കെ ചെയ്തതുപോലെ തങ്ങളുടെ കിളിവാതിലുകളെ തുറന്നിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ നന്ദി, കർത്താവേ നീ എന്നെ ഇങ്ങനെ സ്റ്റേബിൾ ചെയ്ത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത്, പുതിയ പ്രഭാതങ്ങൾ എനിക്ക് തരുന്നതിനായിട്ട് നന്ദി കർത്താവേ എന്ന് പറയുക. 100% ഞാൻ പറയാം, നീ ദിവസങ്ങളിൽ കർത്താവ് നീ ആയിരിക്കുന്ന ആ ഹോൾഡിംഗ് പാറ്റേണിൽ നിന്ന് നിന്നെ ഒരു കഴുകനെ പോലെ പറന്നുയരുമാറാക്കും. ഞാൻ പ്രൊഫറ്റിക്കലായിട്ടാണ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഒഴുകുന്നത് പോലെ നിങ്ങളെ ആർക്കും കെട്ടിവെക്കാനോ ഒതുക്കി വെക്കാനോ പറ്റാത്തതുപോലെ നിങ്ങൾ ഒഴുകും യേശുവിൻ്റെ നാമത്തിൽ. നീ നിൻ്റെ കുടുംബവും ദേശത്തൊരു അനുഗ്രഹമായിരിക്കും. ശത്രുക്കളുടെ മുമ്പിൽ മേശ ഒരുങ്ങുന്നത് എങ്ങനെയെന്ന് നിൻ്റെ കുടുംബത്തെ വെച്ച് പലരും ഉദാഹരണം പറയും. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ കണ്ണിൽ ആശ്ചര്യമായിരിക്കുന്നെന്ന് പലരും നിങ്ങളെ നോക്കി പറയും. ഇത് അവൻ്റെ കഴിവിനപ്പുറമായിരുന്നു, ഇത് അവൻ്റെ വീടാണെന്ന് പറയത്തക്കവണ്ണം ദേശത്ത് ദൈവം നിങ്ങളെ നന്മകൾ കൊണ്ട് തൃപ്തി വരുത്തും. എങ്ങനെയാണ് സാധിക്കുന്നത്? നിങ്ങളായിരിക്കുന്ന ഹോൾഡിംഗ് പാറ്റേണിൽ പിറുപിറുക്കാതെ, ആയിരിക്കുന്ന ഹോൾഡിംഗ് പാറ്റേണിൽ കർത്താവെ നീ എന്നെ ആക്കി വെച്ചിരിക്കുന്നത് എവിടെയാണെങ്കിലും എനിക്ക് ഉറപ്പാണ് കർത്താവെ ഞാൻ ബെസ്റ്റ് സ്ഥലത്തായിരിക്കുന്നത്. ഞാൻ നിൻ്റെ ഉള്ളം കയ്യിലാണ്, ഞാൻ നിൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ്. എൻ്റെ അപ്പൻ എനിക്കൊരു കുറവും വരുത്തത്തില്ല. എൻ്റെ അപ്പൻ എനിക്ക് ദോഷം വരാൻ സമ്മതിക്കാത്ത അപ്പനാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ സൂര്യനെ പോലെ ചിറകടിക്കും, സൂര്യനെ പോലെ ഞാൻ തേജസ്സോടെ എഴുന്നേറ്റ് കഴുകനെ പോലെ ഉയർന്നു വരും. അബ്രഹാമിനെ നോക്കി മണൽപ്പൂഴിയെ നോക്കി പറഞ്ഞതാണ്, നീ ഇതുപോലെ സമ്പന്നനായിത്തീരും, ഇതുപോലെ നിനക്ക് മക്കളുണ്ടാവുമെന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്. അങ്ങനെയെങ്കിൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട, യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഞാൻ വിലയേറിയവനാണ്, ഞാൻ വിലയേറിയവളാണ്, എൻ്റെ കുടുംബം വിലയേറിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ പുറത്തു വരും, നിശ്ചയമായിട്ട് നിങ്ങൾ പുറത്തു വരും. ഈ ഹോൾഡിംഗ് പാറ്റേൺ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അവിടെ വിശ്വസ്തരായിരിക്കുക, അവിടുന്ന് ഓടിപ്പോകാനല്ല. അവിടെ ആയിരിക്കുന്ന സ്ഥലത്തിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ മുറിയിൽ കയറി മുട്ടുമടക്കിയിട്ട് കർത്താവെ നീ ആക്കി വെച്ചിരിക്കുന്നിടത്ത് ഞാൻ വിശ്വസ്തനായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ആയിരിക്കുക. ഒന്നും ഒരനർത്ഥവും നിങ്ങൾക്ക് വരത്തില്ല, ഒന്നും നിങ്ങളെ മൂടിക്കളയത്തില്ല. ദൈവത്തിൻ്റെ ശാലോം ഞാൻ നിങ്ങളുടെ മേൽ കൽപ്പിച്ചാക്കുന്നു. ദൈവം വലിയ നന്മകളാൽ നിറയ്ക്കട്ടെ. ആമേൻ.